Good morning, all. Today we are dealing with genomic equivalence and cytoplasmic determinants. What is meant by genomic equivalence? ഇതൊരു കൺസെപ്റ്റാണ്. ഓരോ സെല്ലും നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെൽസിലും എന്തുണ്ട് സെയിം ജനറ്റിക് മെറ്റീരിയൽ ആണുള്ളത്. ദെർഫോർ ഓൾ ദി ഇൻഫോർമേഷൻ നെസസറി ടു ക്രിയേറ്റ് എ കംപ്ലീറ്റ് എല്ലാ ഇൻഫോർമേഷൻസ് എന്തിനു വേണം ഒരു കംപ്ലീറ്റ് ഓർഗാനിസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നെസസറി ആണെന്നാണ് പറയുന്നത്. എല്ലാ സെൽസും ഡിസെൻഡഡ് ഫ്രം ദ സൈഗോട്ടിൽ നിന്നാണ് ആൻഡ് ദസ് ലൈക്ലി ഇൻഹെറിറ്റ് ദ സെയിം ഇൻഫോർമേഷൻസ്. അത് സെയിം ഇൻഫോർമേഷൻസ് ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എഗ്ഗ് സ്പേം ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്ന ഒരു സിംഗിൾ സെല്ലാണെന്ത് സൈഗോട്ട് എന്ന് പറയുന്നത്. ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്ത് മെക്കാനിസമാണ്? ക്രോമോസോം ഡ്യൂപ്ലിക്കേഷൻ ആണ്. സെൽ ഡിവിഷനിൽ നടക്കുന്ന ക്രോമോസോം ഡ്യൂപ്ലിക്കേഷൻ ആണ് ബൈ ദ മെക്കാനിസം ഓഫ് DNA replication ആണ്. ഓക്കെ, ദെൻ ജീനോമിക് ഇക്വിവാലൻസ് ഇംപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? മെറ്റാപ്ലാസിയയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഡിഫറൻഷ്യേറ്റഡ് സെൽ ടൈപ്പ് അനദർ ഡിഫറൻഷ്യേറ്റഡ് സെൽ ടൈപ്പ് ആയിട്ട് മാറുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ് ഡിഫറൻസിയേഷൻ ഓഫ് സലമാൻഡർ ആണ്. ഡോസൽ ഐറിസ് ഒരു ലെൻസായിട്ട് മാറുന്നുണ്ട് ലെൻസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഡിഫറെൻറ്റ് സെൽ ടൈപ്പ് ഷോ ഡിഫറെൻറ്റ് റീജിയൻ ഓഫ് DNA ബീയിങ് ട്രാൻസ്ക്രൈബ്ഡ്. മെറ്റാപ്ലാസിയ എന്താണ്? മെറ്റാപ്ലാസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ ഡിഫറൻഷ്യേറ്റഡ് സെൽ ടൈപ്പ് വിത്ത് അനദർ മെച്യൂർ ഡിഫറൻഷ്യേറ്റഡ് സെൽ ടൈപ്പ്. Another mature differentiated cell type that is not normally present in that tissue. ഓക്കെ, ഇതാണ് നോർമൽ സെല്ല്. ഇത് മെറ്റപ്ലാസിയ, അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഒരു ഡിഫറൻഷ്യേറ്റഡ് സെൽസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. എന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? വിത്ത് അനദർ ഡിഫറൻഷ്യേറ്റഡ് സെൽ ടൈപ്പായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി ജീനോമിക് ഇക്വാലൻസിൽ ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ജീനോമിക് ഇക്വാലൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണ് വേരിയസ് മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആർഗ്യുമെൻറ്റ്സ് ഓവർ ദ ന്യൂക്ലിയസ് വേഴ്സസ് സൈറ്റോപ്ലാസം ആസ് എ സോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റൽ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ ലീഡ് ടു ദി ജേം പ്ലാസം തിയറി ഓഫ് വേസ്മാൻ, ഇതിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയർ ഡിറ്റർമിനൻറ്റ്സ് ആർ സെഗ്രിഗേറ്റഡ് ബൈ ദി സെൽ ഡിവിഷൻ റിസൾട്ട് ഇൻ അൺഈക്വൽ ന്യൂക്ലിയർ. ഇനി എന്താണ് ട്രാൻസ് ഡിഫറൻസിയേഷൻ? ട്രാൻസ് ഡിഫറൻസിയേഷൻ ഓൾസോ നോൺ ആസ് ലീനേജ് റീപ്രോഗ്രാം. ലീനേജ് ആയിട്ട് നടക്കുന്ന റീപ്രോഗ്രാമിങ്ങിനെയാണ് പുതിയതായിട്ടൊരു സെൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ റീപ്രോഗ്രാമിങ്ങിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പ്രോസസ്. ദെൻ ഓക്കെ, അപ്പോൾ ട്രാൻസ് ഡിഫറൻസിയേഷൻ ഇസ് ദ ലീനേജ് റീപ്രോഗ്രാമിംഗ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പ്രോസസ്സാണ്. ഒരു മെച്യൂർഡ് സൊമാറ്റിക് സെല്ല് അനദർ മെച്യൂർഡായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. ഓക്കെ, ദെൻ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻറ്റ്സ്. എന്താണ് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻറ്റ്സ്? ഇറ്റ്സ് എ സ്പെഷ്യൽ മോളിക്യൂൾ വിച്ച് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഡ്യൂറിങ് oocyte മെച്ചുറേഷൻ. oocyte മെച്ചുറേഷനിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ളൊരു സർട്ടൺ മോളിക്യൂൾസ്, സ്പെഷ്യൽ മോളിക്യൂൾസിനെയാണ് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറയുന്നത്. എവിടെ? ദ ഫീമെയിൽ ഓവറി. ഈ പീരീഡ് ഓഫ് ടൈമിൽ ചില റീജിയൻ സൈറ്റോപ്ലാസ്മിക് റീജിയനിൽ എന്തുണ്ടാവും? അക്യുമുലേറ്റ് ചെയ്യും ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻറ്റ്സ്. ഹൂസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദസ് വെരി ഹെട്രോജീനിക്. ഓക്കെ, ദെൻ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസ് ലോക്കലൈസ്ഡ് ഇൻ സ്പെസിഫിക് സൈറ്റോപ്ലാസ്മിക് റീജിയൻ ഓഫ് ദ എഗ്. അതായത് സൈറ്റോപ്ലാസത്തിലെ ഏതെങ്കിലും റീജിയനിൽ ഇത് അക്യുമുലേറ്റ് ചെയ്ത് കാണുന്നുണ്ട് എഗ്ഗിൽ. ഓർ എംബ്രിയോണിക് സെൽ that bears the cell containing them to assume particular properties of fate during embryogenesis. അതായത് എംബ്രിയോജെനസിസ് നടക്കുന്ന സമയത്ത് ഒരു സെല്ല് എന്തായിട്ട് മാറണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ റോള് ആർക്കാണുള്ളത്? സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസിനാണ്. സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു സെല്ല് സർട്ടൺ പെർട്ടിക്കുലർ സെൽ ടൈപ്പായിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, ദെൻ മോർഫോജൻസ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസ്മിക് ക്യാൻ കൺസിസ്റ്റ് ഓഫ് സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീൻസ് ഉണ്ട് സച്ച് ആസ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം എ ഗ്രേഡിയൻറ്റ് ബൈ ഡിഫ്യൂഷൻ വിത്തിൻ ദ സിംഗിൾ സെൽ ഓർ സിൻസീഷ്യം. ഓക്കെ, സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെല്ലിനെയാണ് സിൻസീഷ്യം എന്ന് പറയുന്നത്. ഓർ സെക്രീറ്റഡ് സിഗ്നലിംഗ് മോളിക്യൂൾസ് ദാറ്റ് ട്രാവൽ ഫ്രം സെൽ ടു സെൽ. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സിഗ്നലിംഗ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്?
സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് മോർഫോജൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീൻസ് എന്ന് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്നും നമുക്ക് പറയാം. സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആർ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ ദി ഫീമെയിൽ ഗാമീറ്റ്സ്. ഫീമെയിൽ ഗാമീറ്റ്സിൽ കാണുന്ന ഒരു ടൈപ്പ് സബ്സ്റ്റൻസിനെയാണ് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ റോൾ എന്താ? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുക. അതായത് ഏർലി ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഓഫ് എംബ്രിയോൻ്റെ കേസിലാണെങ്കിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഫലമായിട്ട് എന്താവുന്നുണ്ട്? ദേ ലീഡ് ടു ദ ഡിഫറൻഷ്യൽ സ്പെഷ്യലൈസേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയർ ഡ്യൂറിങ് ക്ലീവേജ്. ഓക്കെ, ദെൻ ഇറ്റ്സ് പ്ലേ എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോസ് ഓർഗൻ. ഒരു എംബ്രിയോയുടെ ഓർഗൻ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും മേജർ റോൾ ആർക്കാണുള്ളത്? ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ മോർഫോജൻ ആണുള്ളത്. ഓരോ ടൈപ്പ് സെല്ലും ഒരു പെർട്ടിക്കുലർ ഡിറ്റർമിനൻസിനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനെ ഗ്രൂപ്പ് ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നുണ്ട്. എല്ലാ ഓർഗൻസും ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഓർഗൻസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്യുന്നു ആൻഡ് ഓപ്പറേറ്റിംഗ് വെൽ താങ്ക്സ് ടു റൈറ്റ് പൊസിഷൻ ഓഫ് ദ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ്. അതായത് ഒരു എംബ്രിയോയിൽ അതിൻ്റെ ഓർഗൻസ് എവിടെയൊക്കെ ഫോം ചെയ്യണം, എങ്ങനെയൊക്കെ ഫോം ചെയ്യണം, ഇതൊക്കെ ആ ഒരു സൈറ്റോപ്ലാസത്തിലുള്ള സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, the action of determinants on the blastomere is one of the most important ones. Okay, അതായത് ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ബ്ലാസ്റ്റോമിയേഴ്സിലുള്ള സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസിൻ്റെ ആക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സെഗ്മെൻറ്റേഷൻ നടക്കുന്ന സമയത്ത് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലാസ്റ്റോമിയേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് at different times depending on the species and on the type of determinants. ഓക്കെ, അതുകൊണ്ട് ഡോട്ടർ സെൽസ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഡിവിഷൻസ് ആർ ടോട്ടി പൊട്ടൻ എന്ന്. Therefore, the daughter cell resulting from the first division are totipotent. ഫസ്റ്റ് ഡിവിഷനിൽ ഫോം ചെയ്യുന്ന ഡോട്ടർ സെൽസ് എന്തായിരിക്കും? ടോട്ടിപോട്ടൻ്റ് ആയിരിക്കും. They can independently lead to complete individual. This is not possible after the cytoplasmic determinants have been distributed in the differentiated blastomeres. അതായത് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ഈ ഡിഫറൻഷിയേറ്റഡ് ബ്ലാസ്റ്റോമിയേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതെന്താവില്ല, ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വലായിട്ട് മാറാൻ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ഇനി അത് എക്സാമ്പിൾ ആണ്, എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ ഫോർ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ്. The factors responsible for this early mapping out within zygote of subsequent cell fate determination are termed cytoplasmic determinants. അതിൽ they consist of for example of stored mRNA as well as proteins and various regulatory factors found within the cytoplasm of egg cell. egg cell കാണുന്ന stored mRNAയും പ്രോട്ടീൻസും റെഗുലേറ്ററി ഫാക്ടേഴ്സുമാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ചില പോസ്റ്റ് എംബ്രിയോണിക് സെല്ലിലും കാണുന്നുണ്ട്. വെർ ദേ പ്രൊഡ്യൂസ് സൈറ്റോപ്ലാസ്മിക് അസിമെട്രി. ഇൻ ഡിവൈഡിങ് സെല്ലിൽ നോക്കുകയാണെങ്കിൽ ദിസ് ലീഡ്സ് ടു അസിമെട്രിക് സെൽ ഡിവിഷൻ ഇൻ വിച്ച് ഈച്ച് ഓഫ് ദ ഡോട്ടർ സെൽ ഡിഫറൻഷിയേറ്റ് ഇൻ ടു എ ഡിഫറെൻറ്റ് സെൽ ടൈപ്പ്. ഇനി മൊസൈക് ഡെവലപ്മെൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ എംബ്രിയോയിൽ എന്തുണ്ട്? കണ്ടെയ്ൻസ് ഓൾ ദി ഡിസ്റ്റിങ്ക്റ്റ് cytoplasmic determinants that are distributed in distinct cell. ഓരോ സെല്ലിലും ഫ്യൂച്ചർ എംബ്രിയോയിലുള്ള ഓരോ സെല്ലിലും ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണോ ഓർഗാനിസത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, റീജിയൻ ഓഫ് ഓർഗാനിസം ഡിഫറൻഷിയേറ്റ് വെരി ക്വിക്കലി. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട റീജിയൻസ് പെട്ടെന്ന് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ഈച്ച് സെൽ കണ്ടെയ്ൻ സ്പെസിഫിക് എവിടെയാണോ സ്പെസിഫിക് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ഉള്ളത് അവിടെ ഉള്ളത് പെട്ടെന്ന് തന്നെ ഡിഫറൻഷിയേറ്റ് ആവുന്നുണ്ട് ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ. ദെൻ ദ സെൽ ഡിവൈഡ്സ് ടു ഗിവ് ഓൾ ദി അതർ സെൽ ഓഫ് ഇറ്റ്സ് ടൈപ്പ് ആൻഡ് ദ സെയിം പ്രോസസ് ഹാപ്പൻ ഇൻ ഓൾ ടൈപ്സ് ഓഫ് സെൽ ഇൻ ദി ഓർഗാനിസം. അതിൻ്റെ റിസൾട്ടായിട്ട് എന്താവുന്നുണ്ട്? മൊസൈക് ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ മൊസൈക് ഡെവലപ്മെൻറ്റിൽ സെല്ല് ടോട്ടിപോട്ടൻസ് ആയിരിക്കും. സെൽ ടോട്ടിപോട്ടൻസ് എന്താവും? ഡിസപ്പിയർ ആവുന്നുണ്ട് സെഗ്മെൻറ്റേഷൻ സമയത്ത് പെട്ടെന്ന് തന്നെ. ഓരോ ന്യൂ ക്രിയേറ്റഡ് സെല്ലും ഡിറ്റർമിൻ ചെയ്യുന്നത് എ ന്യൂ റീജിയൻ ഓഫ് ഫ്യൂച്ചർ ഓർഗാനിസം ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം അതർ വൺസ്.
Development is independent from interaction between cells. In most of all known in certain animals as nematodes. അപ്പം സി എലിഗൻസിൻ്റെ കേസിലാണ് അല്ലെങ്കിൽ അസീഡിയൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എല്ലാ നിമാറ്റോഡ്സിലും നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് പറയുന്നത്. ഇനി റെഗുലേഷൻ ഡെവലപ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ അതർ ആനിമൽസ് ഷോ റെഗുലേഷൻ ഡെവലപ്മെൻറ്റ്. അവരുടെ സെൽസ് എന്താവും ടോട്ടിപൊട്ടൻ്റ് ആയിരിക്കും ഫോർ ലോങ് ടൈം. ഇത്തരത്തിലുള്ള ആനിമൽസിൽ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആർ മോർ റാപ്പിഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ന്യൂലി ക്രിയേറ്റഡ് സെൽസ്. മാമൽസ് ആണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അണ്ടർഗോ റെഗുലേഷൻ ഡെവലപ്മെൻറ്റ്. മോർഫോജനിക് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Morphogens are substances that form concentration gradient across field of cell or nuclei. അതായത് സബ്സ്റ്റൻസസ് ആണ് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഫോം ചെയ്യുന്നത്? എവിടെയാണോ സെൽ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എലിസിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടെ ഡിസ്റ്റിങ്ക്റ്റ് സെല്ലുലാർ റെസ്പോൺസസ് കാണിക്കുന്നുണ്ട്. ദ എക്സിസ്റ്റൻസ് ഓഫ് മോർഫോജൻ ഗ്രേഡിയൻറ്റ്, എവിടെയാണോ മോർഫോജൻ ഗ്രേഡിയൻസ് ഉള്ളത്, ആൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് മെനി മോർഫോജൻസ് ആർ നൗ വെൽ എസ്റ്റാബ്ലിഷ്ഡ്. ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് മോർഫോജൻ ഗ്രേഡിയൻസ് എന്തിന് കാരണമാവുന്നുണ്ട്? ഒരു സെല്ലിൻ്റെ ഡിഫറൻസിയേഷൻ നടന്ന് സ്പെസിഫിക് സെൽ ടൈപ്പായിട്ട് അല്ലെങ്കിൽ സ്പേഷ്യൽ ഓർഡറിൽ ഡിസ്റ്റിങ്ക്റ്റ് സെൽ ടൈപ്പായിട്ട് മാറുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആ സെല്ലിൻ്റെ ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? സബ് ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഫോം ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ദർ പൊസിഷൻ, റിലേറ്റീവ് സോഴ്സ് ഓഫ് മോർഫോജൻ. എക്സാമ്പിൾ ഫോർ മോർഫോജനറ്റിക് ഗ്രേഡിയൻസ് പ്രൊപ്പോസ്ഡ് മമ്മേലിയൻ മോർഫോജൻ റെറ്റിനോയിക് ആസിഡ്, പിന്നെ സോണിക് ഹെഡ്ജോഗ്, ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ബീറ്റ, പിന്നെ ബോൺ മോർഫോജനിക് പ്രോട്ടീൻസ്, വിൻറ്റ് അല്ലെങ്കിൽ ബീറ്റ കാറ്റനിൻ, ഇത് എക്സാമ്പിളാണ്. പിന്നെ ഡ്രോസോഫിലയിൽ കാണുന്ന മോർഫോജൻ എക്സാമ്പിൾ ഡിക്കാപെൻഡാപ്ലജിക് അല്ലെങ്കിൽ പ്ലജിക്കും പിന്നെ ഹെഡ്ജ് ആണ് കാണുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോസോഫിലയുടെ കാര്യം പറയുമ്പം പഠിക്കാം. മോർഫോജൻ ഗ്രേഡിയൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡെവലപ്മെൻറ്റൽ ബയോളജിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡിസ്ക്രൈബ് എ മെക്കാനിസം ബൈ വിച്ച് ദ എമിഷൻ ഓഫ് സിഗ്നൽ ഫ്രം വൺ പാർട്ട് ഓഫ് എൻ എംബ്രിയോ ക്യാൻ ഡിറ്റർമിൻ ദ ലൊക്കേഷൻ. അതായത് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നൽ മോളിക്യൂൾസ് ആണ് ആ എംബ്രിയോയുടെ എവിടെയാണ് സെല്ല് ഇന്ന ഓർഗൻ ഫോം ചെയ്യേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഫെയ്റ്റ് ഒക്കെ അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ ഫെയ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സർട്ടൺ സിഗ്നൽ മോളിക്യൂൾസിനെ. ഓക്കെ. ഇനി മോർഫോജൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ആണ്, നോൺ യൂണിഫോം. അതിൻ്റെ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗവേൺ ചെയ്യുന്നുണ്ട് പാറ്റേൺ ഓഫ് ടിഷ്യൂ ഡെവലപ്മെൻറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് മോർഫോജെൻസിസ് ഓർ പാറ്റേൺ ഫോർമേഷൻ. One of the core process of developmental biology, establishing the position of various specialized cell type within a tissue. മോർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു മോർഫോജൻ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിംഗ് മോളിക്യൂളാണ്. അത് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ആക്ട് ചെയ്യുന്നുണ്ട് സെല്ലിൽ ടു പ്രൊഡ്യൂസ് സ്പെസിഫിക് സെല്ലുലാർ റെസ്പോൺസസ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ലോക്കൽ കോൺസെൻട്രേഷൻ. മോർഫോജൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സോഴ്സ് സെൽസ്. എവിടെയാണോ സെൽ സോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അവിടെയാണ് മോർഫോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട് സറൗണ്ടിങ് ടിഷ്യൂസിലേക്ക് in an embryo during early development so that concentration gradient are set up. ഈ ഗ്രേഡിയൻസ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഡിഫറൻസിയേഷൻ നടത്തുന്നുണ്ട് ഓഫ് അൺസ്പെഷ്യലൈസ്ഡ് സ്റ്റെം സെൽസ് ടു ഡിഫറെൻറ്റ് സെൽ ടൈപ്പ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഫോമിങ് ഓൾ ദ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഓഫ് ദ ബോഡി. ഈ മോർഫോജൻസിസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എവല്യൂഷണറി ഡെവലപ്മെൻറ്റൽ ബയോളജിയിലൊക്കെ മോർഫോജൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. താങ്ക് യു.